നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അലക്കടലായി ജനകീയ പ്രതിരോധം. കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെ CPM സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കണം. യുവമോർച്ച പ്രക്ഷോഭം തുടങ്ങി. ബോണസ് നൽകണമെന്ന ആവശ്യം ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. സംസ്ഥാന TTI PPTTI കലോത്സവത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ജില്ലയ്ക്കകത്ത് കഞ്ചാവ് മാഫിയ പിടിമുറുക്കുന്നു. പോലീസ് നടപടി ശക്തമാക്കി. SYS പഠനക്കാട് യൂണിറ്റ് കമ്മിറ്റിയും അറഫ ഗോൾഡും സംയുക്തമായി ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. പെരിയാർ CHCയിലെ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരെ CPM ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചു. ദേശീയപാതയിലും സംസ്ഥാന പാതയിലും നടന്ന പരിപാടിയിൽ ആയിരങ്ങൾ അണിചേർന്നു. രാജ്യത്ത് നിലനിൽക്കുന്ന വിലക്കയറ്റം, കേന്ദ്ര സർക്കാരിന്റെ ഇറക്കുമതി നയം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് CPIM സംസ്ഥാന വ്യാപകമായി ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം മുതൽ രാജ്ഭവൻ വരെ 1000 കിലോമീറ്റർ ദൂരത്തിലാണ് ജനകീയ പ്രതിഷേധം നടന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ബഹുജനങ്ങൾ പ്രതിരോധ സമരത്തിൽ അണിനിരന്നു. വിവിധ മേഖലകളിലെ ട്രേഡ് യൂണിയനുകളും ജനകീയ പ്രതിരോധത്തിൽ പങ്കാളിയായി. ദേശീയപാതയിലും സംസ്ഥാന പാതയിലും സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ ധർണയും നടന്നു. തുടർന്ന് പ്രവർത്തകർ പ്രതിജ്ഞ ചൊല്ലി. കാഞ്ഞങ്ങാട് ഏരിയയിലെ ബഹുജനങ്ങൾ പൂച്ചക്കാട് ടൗൺ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് വരെ അണിനിരന്നു. മടിയനിൽ പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. P. കൃഷ്ണൻ, MV രാഘവൻ, AV സഞ്ജയൻ, ശിവജി വെള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ജനകീയ പ്രതിരോധ സമരം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണൻ കുട്ടമ്മത്ത് അധ്യക്ഷനായി. AK നാരായണൻ, P. നാരായണൻ, M. പൊക്ലൻ, PV രമേശൻ, TV അമ്പാടി, അരവിന്ദൻ മാണിക്കോത്ത്, ഡോക്ടർ V. അശോകൻ, PVK പനയാൽ, ഡോക്ടർ C. ബാലൻ എന്നിവർ പങ്കെടുത്തു. PK നിശാന്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കണമെന്ന ആവശ്യം യുവമോർച്ച കാഞ്ഞങ്ങാട് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മീനാപ്പീസ് കടപ്പുറത്ത് കൊല്ലപ്പെട്ട അഭിലാഷിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ധർണ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. ഇതിലെ അന്വേഷണം അവർ എവിടെയും എത്തിക്കാതെ ഈ ഒരു കേസിനെ തേച്ചുമാച്ച് കളയുവാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. ഭാവിയിലെ ഒരു വാഗ്ദാനമാകേണ്ട ഒരു പിഞ്ചു കുഞ്ഞിനെ, ഒരു യുവ വിദ്യാർത്ഥിയെ നിഷ്കരുണമായി കൊലപ്പെടുത്തിയിട്ട്, അതും ഒന്നുമല്ല, അത് സാധാരണ കുട്ടികളോട് തമ്മിലുള്ള പകപോക്കലാണ്, അവർ തമ്മിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്നത്. വരും തലമുറയ്ക്ക് അത് വലിയൊരു ആപത്തിന്റെ സൂചനയാണ് തന്നുകൊണ്ടേയിരിക്കുന്നത്. E. കൃഷ്ണൻ അധ്യക്ഷനായി. SK കുട്ടൻ, AP ഹരീഷ് കുമാർ, പ്രേംരാജ് കാലിക്കടവ്, ശോഭ ഏച്ചിക്കാനം എന്നിവർ സംസാരിച്ചു. ഒരു മാസത്തെ ശമ്പളം ബോണസായി നൽകണമെന്നാവശ്യം ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പരിധിയില്ലാതെ ഒരു മാസത്തെ ശമ്പളം ബോണസായി അനുവദിക്കണമെന്നാണ് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. ബോണസ് വർധന ആവശ്യപ്പെട്ട് ജീവനക്കാർ ഹോസ്ദുർഗ് താലൂക്ക് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രകടനം നടത്തി. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന വിശദീകരണ യോഗം KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർക്കും കഴിഞ്ഞ 78 മുതൽ നേടിയെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് ബോണസ് എന്ന് പറയുന്നത്. 1978 കാലഘട്ടത്തിൽ കേന്ദ്ര ജീവനക്കാർക്ക് ബോണസ് അനുവദിച്ചുകൊണ്ടാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. അന്ന് നമ്മൾ ആ മുദ്രാവാക്യം വെച്ചപ്പോൾ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും ബോണസിന് ആവശ്യപ്പെട്ട് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ
അന്നിവിടെ ഇന്നിപ്പോൾ സെറ്റോക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയും ആളുകളായിട്ടുള്ള UDFന്റെ ആളുകൾ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞ ആക്ഷേപിച്ചത് ഇന്നും നമുക്കറിയാവുന്നതാണ്. ബാനു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. VV പുരുഷോത്തമൻ, M പവിത്രൻ, M ബാലകൃഷ്ണൻ, VT തോമസ്, A വേണുഗോപാൽ, TV ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന TTI, PPTTI കലോത്സവവും ദേശീയ അധ്യാപക ദിനാഘോഷവും സെപ്റ്റംബർ 4, 5 തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്ന സംസ്ഥാന TTI, PPTTI കലോത്സവവും ദേശീയ അധ്യാപക ദിനാഘോഷവും വൻ വിജയമാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. സെപ്റ്റംബർ 4, 5 തീയതികളിലായാണ് കലോത്സവം നടക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. യോഗം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് ഒരുപാട് സർവകലാശാലകളിൽ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ നടത്തിയിട്ടുള്ള വലിയ പ്രഭാഷണങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ഏറെ ആദരണീയനായ ആ വ്യക്തിയുടെ ജന്മദിനം കൂടിയാണ് അധ്യാപകരുടെ ദിനമായി, അധ്യാപക ദിനമായി ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് 1962 അദ്ദേഹം രാജ്യത്തിന്റെ രാഷ്ട്രപതിയായപ്പോൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരു അവസരം ഒരുക്കണം എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചപ്പോഴാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോലെ അങ്ങനെ സാധാരണ ആളുകൾക്ക് കഴിയില്ല. കാരണം നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ അധ്യക്ഷയായി. അഡീഷണൽ DPI അനില ജോർജ് പരിപാടി വിശദീകരിച്ചു. C ജാനകിക്കുട്ടി, S വജ്രേശ്വരി, ഡയറ്റ് പ്രിൻസിപ്പൽ കൃഷ്ണകുമാർ, SSA ജില്ലാ പ്രൊജക്ടർ ഓഫീസർ P ബാലൻ, RMS പ്രൊജക്ട് ഓഫീസർ രാജേന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പൽ വസുമതി, ഹെഡ്മാസ്റ്റർ ശ്രീഹരി ഭട്ട്, പല്ലവ നാരായൺ, AEO TM സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. DDE C രാഘവൻ സ്വാഗതവും DEO സൗമിനി കല്ലത്ത് നന്ദിയും പറഞ്ഞു. ജില്ലയ്ക്കകത്ത് കഞ്ചാവ് മാഫിയ പിടിമുറുക്കുന്നതായി മാധ്യമവാർത്തകൾ വരുന്നതിനിടയിൽ അധികാരികൾ കർശന നടപടികളുമായി രംഗത്തിറങ്ങി. തൃക്കരിപ്പൂരിലും മറ്റും ശക്തമായ അന്വേഷണവും തുടർന്ന് നടപടികളും ഉണ്ടാവുമെന്നാണ് സൂചന. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പാക്കറ്റുകളിൽ കഞ്ചാവ് തൃക്കരിപ്പൂർ മേഖലയിൽ എത്തുന്നതിന്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പന എന്നാണ് വിവരം. ഈ വിവരമറിഞ്ഞ നീലേശ്വരം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ A മാലിക്കിന്റെ നേതൃത്വത്തിൽ എക്സൈസ് സംഘം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പരിശോധന നടത്തി. 1 മണിക്കൂറിലധികം പരിശോധന നീണ്ടു. കഞ്ചാവ് ഉപയോഗം തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും വർദ്ധിക്കുന്നത് തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് നീലേശ്വരം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മാലിക് അറിയിച്ചു. എക്സൈസ് സംഘം 2ാം തവണയാണ് തൃക്കരിപ്പൂരിൽ പരിശോധനയ്ക്കായി എത്തുന്നത്. ഉൾപ്രദേശങ്ങൾ, ഒഴിഞ്ഞ കെട്ടിടങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കഞ്ചാവിന്റെ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. MP ബാബുരാജ്, AB രാജീവൻ, CKV സുരേഷ്, K പ്രസാദ്, P മനോജ് കുമാർ, P രാജീവൻ എന്നിവരാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. മാംഗ്ലൂരു, കാഞ്ഞങ്ങാട് ഭാഗങ്ങളിൽ നിന്നാണ് ചെറുതും വലുതുമായ പാക്കറ്റുകളിൽ തൃക്കരിപ്പൂരിൽ കഞ്ചാവ് എത്തുന്നത്. കാരിയർമാരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം. കുട്ടികളെയും ഇത്തരക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവത്തൂർ. 1 മാസത്തെ ശമ്പളം ബോണസായി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തി. NGO അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. കളക്ടറേറ്റ് പടിക്കലായിരുന്നു പരിപാടി. പരിധിയില്ലാതെ മുഴുവൻ ജീവനക്കാർക്കും 1 മാസത്തെ ശമ്പളം ബോണസായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ പ്രകടനം നടത്തി. PV രമേശൻ, KC സജിത് കുമാർ, KV ഭക്തവത്സൻ, MP കുഞ്ഞിമൊയ്തീൻ, V ദാമോദരൻ, ലോകേഷ് ആചാർ, E മീനാകുമാരി, MP പ്രസീത എന്നിവർ നേതൃത്വം നൽകി. 1991 അന്ന് നമ്മുടെ ശമ്പളം, അടിസ്ഥാന ശമ്പളം ഒക്കെ വളരെ ചെറുതായിരുന്ന കാലത്ത് അന്ന് നമുക്ക് 1 മാസത്തെ ശമ്പളം ബോണസായി കേരളത്തിലെ ജീവനക്കാർക്ക് അന്നത്തെ UDF ഗവൺമെന്റ് നൽകിയതാണ്. ക്രമേണ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വിലക്കയറ്റത്തിനനുസൃതമായി നമ്മുടെ ശമ്പളം വർദ്ധിക്കുകയും ഈ നൽകുന്ന ബോണസ് അതിനനുസരിച്ച് വർദ്ധിപ്പിക്കാതെ നാമമാത്രമായ സംഖ്യകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു.
കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് 5 വർഷക്കാലത്തെ വർധന എന്ന് പറയുന്നത് ഈ ബോണസ്, ആ ബോണസിൽ വെറും 10% വർധന പോലും ഉണ്ടായി. പെരിയ CHCയിലെ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം നടന്നു. കോൺഫറൻസ് ഹാൾ പൊതുജനങ്ങൾക്ക് വിട്ടുനൽകാൻ തീരുമാനം. പെരിയ CHCയിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തോട് ചേർന്ന് നിർമ്മിച്ച കോൺഫറൻസ് ഹാൾ പൊതുജനങ്ങൾക്കായി വിട്ടുനൽകി. പൊതുപരിപാടികൾ സംഘടിപ്പിക്കുവാൻ കോൺഫറൻസ് ഹാൾ വിട്ടുനൽകാനും തീരുമാനമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. കൃഷ്ണൻ ഹാൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഇതുമായി ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത അരാനൂർ പഞ്ചായത്ത്, പള്ളിക്കര പഞ്ചായത്ത്, അതുപോലുള്ള എല്ലാ പ്രദേശത്തുനിന്നുകൂടെ രോഗികൾ വരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ കാഞ്ഞങ്ങാട് ബ്ലോക്കിന്റെ പരിമിതമായ സാമ്പത്തിക സ്ഥിതി നിന്നുകൊണ്ട് പരമാവധി ഇവിടെ രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ സാഹചര്യം, ഭൗതിക സാഹചര്യം ഉണ്ടാക്കണം എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ആലോചിച്ചു. ചടങ്ങിൽ DMO ഡോക്ടർ AP ദിനേശ് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, C. രാജൻ പെരിയ, TV കരിയൻ, ഗീതാ നാരായണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V. അഭിലാഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. SYS പഠനക്കാട് യൂണിറ്റ് കമ്മിറ്റിയും അറഫ ഗോൾഡും സംയുക്തമായി സംഘടിപ്പിച്ച ഹജ്ജ് പഠന ക്ലാസ് ശ്രദ്ധേയമായി. പുതിയകോട്ട ടൗൺ ഹാളിലാണ് ക്ലാസ് നടന്നത്. SYS പഠനക്കാട് യൂണിറ്റ് കമ്മിറ്റിയും അറഫ ഗോൾഡും സംയുക്തമായി സംഘടിപ്പിച്ച ഹജ്ജ് പഠന ക്ലാസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ബാസ് മുസ്ലിയാർ മഞ്ഞനാടി പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സഅദിയ വർക്കിംഗ് സെക്രട്ടറി AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത് അധ്യക്ഷനായി. കുറ്റുംപാറ അബ്ദുറഹ്മാൻ ദാരിമി ഹജ്ജ് കർമ്മരേഖ അവതരിപ്പിച്ചു. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, CH അഹമ്മദ് അഷ്റഫ് അലി മൗലവി, CH കുഞ്ഞബ്ദുള്ള ഹാജി, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ജില്ലാ ട്രെയിനർ സൈനുദ്ദീൻ, C. അബ്ദുള്ള ചിത്താരി, CH അലിക്കുട്ടി ഹാജി, അബ്ദുൽ സത്താർ പെരിയ, ഷാഫി ഹാജി അറഫ, അഷ്റഫ് കരിപ്പോടി, അഷ്റഫ് ആറങ്ങാടി, അബ്ദുൽ സത്താർ പഴയകടപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. മലനാട് മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ ഓണം വിപണന മേള പാണത്തൂരിൽ തുടങ്ങി. ഗൃഹോപകരണ ഷോറൂം ഉദ്ഘാടനം നടന്നു. മലനാട് മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ ഓണം വിപണന മേള പാണത്തൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുപ്രിയ അജിത് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് MV ഭാസ്കരൻ അധ്യക്ഷനായി. ആദ്യ വിൽപ്പന കാട്ടൂർ ബാലചന്ദ്രൻ നായർ നിർവഹിച്ചു. ഫർണിച്ചർ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ ജെയിംസ് നിർവഹിച്ചു. ജൂബി P. ഏലിയാസ്, PG മോഹനൻ, NI ജോയി, KK വേണുഗോപാൽ, MB ഇബ്രാഹിം, സുനിൽ മാടക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. M. സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. അക്ഷരമുറ്റത്ത് ശില്പമൊരുക്കി മുൻ രാഷ്ട്രപതിക്ക് പ്രണാമം. നാലിലാം കണ്ടം സർക്കാർ UP സ്കൂളിലാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ശില്പമൊരുക്കിയത്. ഇന്ത്യൻ പൊതുസമൂഹത്തെ ശാസ്ത്രലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ശാസ്ത്രപ്രതിഭയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മകൾ എന്നെന്നും നിലനിർത്തുന്നതിനായി നാലിലാംകണ്ടം ഗവൺമെന്റ് UP സ്കൂൾ മുറ്റത്ത് അദ്ദേഹത്തിന്റെ ശില്പമൊരുക്കി. സുരേന്ദ്രൻ കൂക്കാനമാണ് ശില്പി. സന്തോഷ്, അഖിലേഷ് മാനസം എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ശില്പനിർമ്മാണം. ചെറുവത്തൂർ BPO M. മഹേഷ് കുമാർ ശില്പം അനാച്ഛാദനം ചെയ്തു. നിങ്ങൾ ഓർക്കണം, കഠിനാധ്വാനിയായ ഒരു വിദ്യാർത്ഥിയായി ഞാൻ മാറും. അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ, ആത്മാർത്ഥതയിലൂടെ, നല്ല മിടുക്കന്മാരാകുന്നതിലൂടെ ഈ നാലിലാംകണ്ടം സ്കൂളിൽ ഏറ്റവും നല്ല പഠിതാവായി നിങ്ങൾ മാറുന്ന ഓർക്കാനുള്ള അവസരമായി ഇതിനെ കാണണമെന്നാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. ഒപ്പം ഇവിടെ ഒരുപാട് പ്രോഗ്രാം നടന്നു എന്ന് പറയുന്നു. കഠിനാധ്വാനികളായ ടീച്ചേഴ്സാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നിൽ. ഈ വർഷം തന്നെ നാലിലാംകണ്ടം സ്കൂൾ ഒരുപാട് കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു അബ്ദുൽ കലാം എന്താണോ ആഗ്രഹിച്ചത്, ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു സ്ഥാപനം എങ്ങനെയാണോ അഹോരാത്രം ഏറ്റവും നന്നായി എല്ലാവരെയും ഇടപെടിച്ചുകൊണ്ട് എങ്ങനെയാണോ തൻ്റെ ഉന്നതിയിലേക്ക് പോകേണ്ടത്, അതിൻ്റെ എല്ലാം അർത്ഥതലത്തിലും നാലിലാംകണ്ടം സ്കൂളിനെ അങ്ങനെ എത്തിക്കാൻ വേണ്ടി ഇവിടെ തലയിലിട്ട് ചേർക്കും അധ്യാപകരുടെ ടീമിനും കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ പ്രധാനാധ്യാപിക A. ലീല അധ്യക്ഷത വഹിച്ചു. P. സുരേശൻ, TK ബാലകൃഷ്ണൻ, മധു, രാജീവൻ, ശ്രീദേവി, വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്തൂരിലെ മൗനി ബാബയുടെ ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ബാബയുടെ സമാധിക്കു ശേഷം ആശ്രമവും സ്വത്തുവകകളും ചില സ്വകാര്യ വ്യക്തികൾ കൈയടക്കുന്നതായാണ് ഇവരുടെ ആരോപണം. ജനശക്തി
32-ാം വയസ്സിൽ മൗനവ്രതം സ്വീകരിച്ച് സമാധിയാകുന്നതുവരെ 48 വർഷം ആശ്രമജീവിതം നയിച്ച മൗനി ബാബയുടെ സ്മരണ നിലനിർത്താൻ അദ്ദേഹത്തിന്റെ ആശ്രമവും സ്വത്തും അതേപോലെ നിലനിർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബാബയുടെ സ്മരണയ്ക്കായി സമാധി മണ്ഡപം ആശ്രമത്തിനകത്ത് പണിതിട്ടുണ്ട്. നേരത്തെ കൂടെയുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി സുജിത്തിന്റെ നേതൃത്വത്തിലാണ് സ്മാരകം നിർമ്മിക്കാൻ തുടങ്ങിയത്. ഇതിനിടയിൽ അദ്ദേഹം മരിച്ചു. സുജിത്തിന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണ വിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ട്. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ മൗനി ബാബയുടെ ആശ്രമത്തിന് മുമ്പിലേക്ക് നടത്തിയ മാർച്ച് ഗേറ്റിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. ഗേറ്റിന് സമീപം ആശ്രമം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബോർഡ് സ്ഥാപിച്ചു. തുടർന്ന് നടന്ന മൗനി ബാബ ആശ്രമ സംരക്ഷണ കർമ്മസമിതി യോഗം അരവിന്ദൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. അവസാനത്തെ തുള്ളി രക്തം വരെ ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരും സഹോദരിമാരും ഈ മൗനി ബാബയുടെ ആശ്രമം ഒരു ട്രസ്റ്റിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ അതിശക്തമായി പോരാടണം. നിങ്ങൾക്ക് ഒരിക്കലും ഉറക്കമുണ്ടാകില്ല. ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ ആശ്രമത്തെ സംരക്ഷിക്കണം. ഈ ആശ്രമത്തിന്റെ പിറകിലുള്ള സ്വത്തുക്കൾ കൊണ്ട് ഇവിടെ ഒരു വലിയ ആശുപത്രി സ്ഥാപിക്കണം. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ തലമുറക്കും വേണ്ടി ഈ ആശുപത്രി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതും സൗജന്യമായി പ്രയോജനപ്പെടുത്തണം. ഈ പ്രദേശത്തുകാരോട് ഒരു ചില്ലിക്കാശ് പോലും ചികിത്സക്ക് വാങ്ങാൻ പാടില്ല എന്ന് ഈ ട്രസ്റ്റിന്റെ പരിധി ഈ ട്രസ്റ്റിന് വേണ്ടി ബൈല ഉണ്ടാക്കുന്ന അവസരത്തിൽ എഴുതി വെക്കണം. ഇതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ കൊടിപിടിച്ച് ഈ മൗനി ബാബയുടെ ആശ്രമത്തിലേക്ക് ഈ ആവശ്യം ഉന്നയിച്ച് ഇതൊരു ട്രസ്റ്റിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന അവസാനത്തെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ധീര വിപ്ലവമായി തന്നെ ഇതിനെ കൊണ്ടു നടക്കണം. നിങ്ങളോടൊപ്പം ഒരു കീറിയ കൊട പിടിച്ച് ഞാനും മുന്നിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധീര പോരാട്ടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പി ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. PC കെ നമ്പ്യാർ, C രാമകൃഷ്ണൻ, KKP ജനാർദ്ദനക്കുറുപ്പ്, M ഗംഗാധരൻ, T വിജയൻ, M നാരായണൻ, VV ഗുരുദത്ത്, C സുധീർ എന്നിവരും സംസാരിച്ചു. ബാബയുടെ കൂടെയുണ്ടായിരുന്ന ചിലർ വ്യാജരേഖയുണ്ടാക്കി സ്ഥലം കൈക്കലാക്കിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അമ്പലത്തറ GVHSSൽ കഞ്ഞിപ്പുര ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കഞ്ഞിപ്പുര നിർമ്മിച്ചത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കായി നിർമ്മിച്ച കഞ്ഞിപ്പുര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് അതിർത്തി തർക്കമില്ലാത്ത സ്കൂളുകളുടെ കോമ്പൗണ്ടുകൾ പൂർണ്ണമാക്കണമെന്നുള്ളതും അതോടൊപ്പം തന്നെ കുടിവെള്ളം ലഭ്യമാക്കണമെന്നുള്ളതുമായി ഇവ രണ്ടും ഏകദേശം പൂർത്തീകരിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ഈ തോന്നുന്നു അടുത്ത അതിർത്തി തർക്കമുള്ള കോമ്പൗണ്ടുകൾ മാത്രമാണ് നമുക്ക് കെട്ടി സംരക്ഷിക്കാൻ ബാക്കിയുള്ളത്. അതോടൊപ്പം ഇവിടെ അടിസ്ഥാന സൗകര്യ വ്യവസ്ഥ നമുക്കറിയുന്ന പോലെ തന്നെ ഹയർ സെക്കൻഡറി BHC ഒക്കെ തന്നെ ഹൈസ്കൂളിന്റെ ഭാഗമായി വരികയും പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ MP പത്മനാഭൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV കരിയൻ, പഞ്ചായത്ത് അംഗം പ്രേമസുധ, AV നാരായണൻ, AV കുഞ്ഞമ്പു, TN കമലമ്മ, TM മുനീർ, രാമചന്ദ്രൻ തെക്കൽ തടം, അബ്ദുൾ മജീദ്, P ശ്രീകാന്ത്, M സതി, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് V കൃഷ്ണൻ സ്വാഗതവും CK വിജയകുമാർ നന്ദിയും പറഞ്ഞു. ഉത്തര മലബാറിൽ ദേശീയപാത കടന്നുപോകുന്ന പ്രധാന റോഡ് പാലങ്ങളിലൊന്നായ കാര്യംകോട് പാലത്തിന് അടിയന്തര അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. സർക്കാർ നിയോഗിച്ച എഞ്ചിനീയർ പാലത്തിന്റെ നിലവിലുള്ള അവസ്ഥ വിലയിരുത്തി മലബാറിൽ പുതുക്കിപ്പണിയണമെന്ന് ദേശീയപാത എഞ്ചിനീയർ നേരത്തെ തന്നെ കണ്ടെത്തിയ പാലങ്ങളിൽ ഒന്നാണിത്. K കുഞ്ഞിരാമൻ MLA നിയമസഭയിൽ പാലത്തിന്റെ അപകടാവസ്ഥ സബ്മിഷനായി ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ A അനിൽകുമാർ സുരക്ഷിതത്വ പരിശോധനയ്ക്കായി എത്തിയത്. പാലത്തിന്റെ ബെയറിംഗിന് ബലക്ഷയമുണ്ടെന്നാണ് നിഗമനം. ഒപ്പം പാലത്തിന് മുകളിലുള്ള വലിയ വിള്ളലും ആശങ്കയുണർത്തുന്നു. വർഷങ്ങളായി പാലത്തിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ആശങ്ക ഉയർത്തുന്നുണ്ട്. പാലത്തിന്റെ പല തൂണുകളും പഴകി ദ്രവിച്ച നിലയിലാണ്. പാലത്തിന് മുകളിലെ വിള്ളൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വലുതാവുകയും ചെയ്യുന്നു. ഇതിലൂടെ പുഴ കാണുകയും ചെയ്യുന്നുണ്ട്. 12 തൂണുകളുള്ള പാലത്തിന്റെ 4 തൂണുകൾ വാർപ്പുഭാഗമിളകി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലാണ്. കമ്പികൾ പലതും തുരുമ്പ് പിടിച്ച് ദ്രവിച്ച അവസ്ഥയിലാണ്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിനടിയിൽ നിന്നും വലിയ ശബ്ദമുണ്ടാകാറുണ്ടെന്ന് പരിസരവാസികളും തോണികളിൽ മീൻ പിടിക്കാനെത്തുന്നവരും പറയുന്നു. 1957 EMS മന്ത്രിസഭ അധികാരമേറ്റപ്പോഴാണ് ഈ പാലം നിർമ്മിക്കാൻ ഉത്തരവിറക്കിയത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പാലം 1967 മുഖ്യമന്ത്രിയായിരുന്ന R ശങ്കറാണ് ഉദ്ഘാടനം ചെയ്തത്. 196 മീറ്ററാണ് പാലത്തിന്റെ നീളം.
കെ കുഞ്ഞിരാമൻ MLA, നീലേശ്വരം നഗരസഭാ കൗൺസിലർ വി ഗൗരി, ടെക്നിക്കൽ കൺസൾട്ടന്റ് മനോജ് എന്നിവരും സുരക്ഷിതത്വ പരിശോധനാ വേളയിൽ സ്ഥലത്തെത്തിയിരുന്നു. ബില്ലടച്ചിട്ടും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതായി പരാതി. തുമിനാട് ദേശീയപാതയ്ക്കരികിലുള്ള സ്വകാര്യ സ്ഥാപനത്തിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. മഞ്ചേശ്വരം തുമിനാട് ദേശീയപാതയ്ക്ക് സമീപം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ വൈദ്യുതി വിച്ഛേദിച്ചതായി പരാതി. ഡോക്ടർ UA ഖാദറിന്റെ ഉടമസ്ഥതയിലുള്ള കാർ വാഷ് സ്ഥാപനത്തിൽ നിന്നുമാണ് മഞ്ചേശ്വരം KSEBിയിലെ ഉദ്യോഗസ്ഥർ വന്ന് ഫ്യൂസ് ഊരി കൊണ്ടുപോയിരിക്കുന്നത്. ബില്ലടക്കേണ്ട തീയതി ജൂലൈ 15 ആയിരുന്നു. 11,610 രൂപ കൃത്യമായി അടച്ചിട്ടും KSEB ഉദ്യോഗസ്ഥരിൽ നിന്നും ഇത്തരമൊരു സമീപനമുണ്ടായത് ഈ സ്ഥാപനത്തിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബില്ലടച്ച രസീതുമായി ഓഫീസിൽ ചെന്നപ്പോൾ ഉദ്യോഗസ്ഥർക്ക് പറ്റിയ തെറ്റ് അവർ സമ്മതിച്ചു. കമ്പ്യൂട്ടറിൽ ഈ ബില്ലടച്ചത് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നതാധികാരികൾക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഈ സർവീസ് സ്റ്റേഷൻ നടത്തുന്ന ഒരു 1-2 കൊല്ലമായി. ഞാൻ ശരിക്കും എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് ശരിയായ ടൈമിൽ തന്നെ അടക്കുന്ന ആളാണ്. ഞാൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ എന്ന് പറയുന്ന ഒരു ലൈൻമാൻ യാതൊരു ഇൻഫർമേഷൻ ഇല്ലാണ്ട് കറണ്ട് കട്ട് ചെയ്ത് പോയിരിക്കുന്നു. ശരിയായ സമയത്ത് ബില്ലടച്ചിട്ടും മഞ്ചേശ്വരത്തെ ഒരു പള്ളിയിലും സമാനമായ രീതിയിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സദാ നേരവും ഉണർന്നു പ്രവർത്തിക്കേണ്ടുന്ന KSEBയെ ഒരു പറ്റം തലതിരിഞ്ഞ ഉദ്യോഗസ്ഥരാണ് തകർക്കുന്നത്. റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചിത്താരി ചാമുണ്ടിക്കുന്നിൽ കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടിയ പാമ്പിന് 2 മീറ്റർ നീളം വരും. ചിത്താരി ചാമുണ്ടിക്കുന്ന് റോഡരികിൽ വെച്ച് നാട്ടുകാർ പെരുമ്പാമ്പിനെ പിടികൂടി. ചൊവ്വാഴ്ച രാവിലെ സ്കൂൾ വിദ്യാർത്ഥികളാണ് പെരുമ്പാമ്പിനെ ആദ്യമായി കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. പിടികൂടിയ പാമ്പിന് 2 മീറ്റർ നീളവും 15 കിലോ തൂക്കവും വരും. പിടികൂടിയ പാമ്പിനെ പിന്നീട് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. പബ്ലിക് സർവീസ് സഹകരണ സംഘം മുള്ളേരിയ ശാഖ ഉദ്ഘാടനം ഓഗസ്റ്റ് 17 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് പബ്ലിക് സർവൻസ് സഹകരണ സംഘത്തിന്റെ മുള്ളേരിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 17 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുള്ളേരിയ ഗണേഷ് കോംപ്ലക്സിൽ 17 രാവിലെ 9:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് താലൂക്ക് പരിധിയിൽ 1964 പ്രവർത്തനം ആരംഭിച്ച സംഘം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. 2006 വിദ്യാനഗറിലാണ് ആദ്യ ബ്രാഞ്ച് ആരംഭിച്ചത്. നിക്ഷേപം സ്വീകരിക്കുന്നതിന്റെ ഉദ്ഘാടനം കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BM പ്രദീപ് നിർവഹിക്കും. ചടങ്ങിൽ V രവീന്ദ്രൻ, സുജാത R തന്ത്രി, K രാഘവൻ, M വിജയൻ, രാധാമണി ER, ബാലകൃഷ്ണ വോർക്കഡ്ലു, K ശങ്കരൻ, രാകേഷ് KV, ജാനകി V എന്നിവർ പങ്കെടുക്കും. അതുപോലെ ഈ വർഷം ഇപ്പോൾ നീതി മെഡിക്കൽ ലാബ് കൂടാതെ എക്സ്റേ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ മാതൃകാ സഹകരണ സംഘമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ആ പരിപാടികൾ നടത്തും. ഈ ബ്രാഞ്ച് ഉദ്ഘാടനത്തിൻ്റെ 7ാമത് ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഹെഡ് ഓഫീസ് കെട്ടിടം ഏകദേശം പണി പൂർത്തിയായിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ V രവീന്ദ്രൻ, രാഘവൻ ബെല്ലിപ്പാടി, TK രാജശേഖരൻ എന്നിവർ പങ്കെടുത്തു. പുതുതലമുറയ്ക്ക് ആവേശമായി ആട്ടിതുഞ്ചി ദിനപരിപാടി സംഘടിപ്പിച്ചു. പരിവാര ബൺസ് സംഘത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. പരിവാര ബൺസ് സംഘത്തിന്റെ കാസർഗോഡ് ഏരിയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആട്ടിധ്വജ ദിന കർക്കടകത്തിൽ ഒരു ദിവസം എന്ന പരിപാടി സംഘടിപ്പിച്ചു. കൊറുവയിൽ ദുർഗാപരമേശ്വരി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. പഴയകാലത്തെ ജീവിതശൈലി പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ 200ഓളം പേർ പങ്കെടുത്തു. സംഘത്തിലെ തലമുതിർന്ന ദമ്പതിമാരായ KN കൊളക്കെ ബൈലു മുഖ്യാതിഥികളായിരുന്നു. ഇവരുടെ ചെറുപ്പകാലങ്ങളിലെ കർക്കടക മാസ അനുഭവങ്ങൾ വിശദീകരിച്ച് നടത്തിയ പ്രസംഗം നവ്യാനുഭവമായി. ನಮ್ಮ ಸಮುದಾಯದ ಜಾಗೃತಿಗಳು ಈ ಕಡವ ಅವರು ಕೂಡ AT നായിക് അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി വൈവിധ്യങ്ങളായ പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വിതരണം ചെയ്തു. ചക്ക, മാങ്ങ, വാഴയുടെ കൂമ്പ്, ഉലുവ, ഗ്രാമ്പു, മല്ലി, വിവിധയിനം ഇലകൾ എന്നിവ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ പുതുതലമുറയ്ക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായി.
വർഷമായി ഈ പരിപാടി കർക്കിടകത്തിലെ ഒരു ദിവസം സംഘടിപ്പിച്ചു വരുന്നു. പുരുഷോത്തമ എം നായിക്, പ്രതിമ PR നായിക്, ഗോപാല നായിക് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഗോപാല നായിക് നിരൂപണം നടത്തി. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അലക്കടലായി ജനകീയ പ്രതിരോധം. കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെ CPM സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കണം. യുവമോർച്ച പ്രക്ഷോഭം തുടങ്ങി. ബോണസ് നൽകണമെന്ന ആവശ്യം ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. സംസ്ഥാന TTI PPTTI കലോത്സവത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ജില്ലയ്ക്കകത്ത് കഞ്ചാവ് മാഫിയ പിടിമുറുക്കുന്നു. പോലീസ് നടപടി ശക്തമാക്കി. SYS പഠനക്കാട് യൂണിറ്റ് കമ്മിറ്റിയും അറഫ ഗോൾഡും സംയുക്തമായി ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. പെരിയാർ CHCയിലെ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.